താമരശ്ശേരിയിലെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റ് ഫ്രഷ് കട്ടിലുണ്ടായ സംഘർഷത്തിന് പിന്നിൽ SDP ആണെന്ന ആരോപണം ശക്തമാക്കി CPM. ആരോപണത്തെ തള്ളി ജനകീയ സമരസമിതി രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലും കരിമ്പാലക്കുന്നിലെ വീടുകളിൽ പോലീസ് വ്യാപക റെയ്ഡ് നടത്തിയെങ്കിലും ഒരാളെ പോലും പിടികൂടാൻ കഴിഞ്ഞില്ല. കോഴിക്കോട് താമരശ്ശേരിയിലെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റായ ഫ്രഷ് കട്ടിലുണ്ടായ സംഘർഷം കുറെ കൂടെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് കൂടെ വഴിവെക്കുകയാണ്. അവിടെ വാഹനങ്ങൾക്ക് തീവെച്ചതും സംഘർഷമുണ്ടാക്കിയതൊക്കെ SDP ആണെന്നാണ് CPM പ്രധാനമായിട്ടും ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ അവിടെയുള്ള ജനകീയ സമരസമിതി ഇപ്പോൾ ആ ആരോപണത്തെ തള്ളുകയാണ്. SDP മാത്രം അവിടെ അങ്ങനെ പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല, SDP ഇതിന്റെ പിന്നിലില്ല എന്നാണ് അവിടുത്തെ ജനകീയ സമരസമിതിയിലുള്ള ആളുകൾ പറയുന്നത്. അത് എല്ലാവരും മുസ്ലിം ലീഗും കോൺഗ്രസും CPM-ഉം DYFI-യും ഒക്കെ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു ജനകീയ സമരസമിതിയാണ് എന്നാണ് അവരുടെ പക്ഷം. ഇത് സാമൂഹ്യ വിരുദ്ധരാരെങ്കിലും വന്ന് കയറിയോ ഇവരുടെ കൊണ്ടകള് അത് അന്വേഷിക്കണം. ഒരുപാട് CCTV അവിടെ ഉണ്ട്, ഒരുപാട് CCTV-കൾ അവിടെ ഉണ്ട്. ആ CCTV ഒക്കെ നോക്കി ആരോ ചെയ്തിട്ടുള്ളവരൊക്കെ തന്നെ അത് പോലീസ് പിടിക്കുകയും അതിന് നടപടിയെടുക്കുകയും ചെയ്യുന്നതിന് സമരസമിതിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഈ സമരത്തെ നയിച്ചത് SDP-യും ആ പ്രദേശത്തുള്ള ഒരു 3-4 ലീഗ് പ്രാദേശിക നേതാക്കന്മാരുമാണ് ഈ സമരത്തെ നയിച്ചത്. സമരത്തിന് വേറെ രാഷ്ട്രീയ മുഖമൊന്നും കൊടുത്തിട്ടില്ല. DYFI-യുടെ ബ്ലോക്ക് പ്രവർത്തകനായിട്ടുള്ള മെഹറൂഫിനെയാണ് ഇതിൽ ഒന്നാം പ്രതിയാക്കി പോലീസ് ചേർത്തിരിക്കുന്നത്. മെഹറൂഫ് അടക്കമുള്ള 30ഓളം പ്രതികൾ ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ്. അവരെയൊന്നും കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം DIG അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഫ്രഷ് കട്ടിന്റെ മുതലാളിമാർക്ക് വേണ്ടി സംസാരിക്കുന്നു. അവരുടെ സംരക്ഷണത്തിൽ അവർക്ക് വേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നതെന്ന രീതിയിലാണ് മുസ്ലിം ലീഗും ആരോപിക്കുന്നത്. ഇന്ന് രജിസ്റ്റർ ചെയ്ത പുതിയ കേസടക്കം 8 FIR-കൾ ഇതിലിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഫ്രഷ് കട്ട് നിലനിൽക്കുന്ന കരിമ്പാലക്കുന്നിലെ സമീപവാസികളുടെ പ്രശ്നം, ജനങ്ങളുടെ പ്രശ്നം അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. അവർക്ക് അവിടെ ആ ദുർഗന്ധം വമിച്ച് തന്നെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യവുമാണ് ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാണ് ഈ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ ശക്തമാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ കക്ഷികളുടെ താല്പര്യം.